വിസ്മയ എത്തിയിട്ടുണ്ട്. അപ്പോ വിമലയോ? അവൾ ഇതെവിടെ പോയതാ? കോവിലിൽ പോന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും താമസിക്കുന്നതാ മനസ്സിലാവാത്തത്. വിമലേച്ചി ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ ചന്തുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ റോഡിൽ ഇറങ്ങി നിന്നല്ലേ ആട്ടോ കിട്ടൂ. ഈ വേഷത്തിലൊക്കെ രാവിലെ അമ്പലത്തിൽ പോകുന്നല്ലേ പറഞ്ഞിരുന്നത്? ചേച്ചി ഇപ്പൊ ഒരു നവവധുവിനെ പോലെ ഉണ്ടല്ലോ. ഉണ്ടോ മുത്തശ്ശി? എനിക്കും അങ്ങനെ തോന്നായികയില്ല. നീ എവിടെ പോയതായിരുന്നു? അതിന്റെ ഉത്തരം പറ ആദ്യം. കല്യാണത്തിന്. ആരുടെ കല്യാണത്തിന്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, അത് മറന്നുപോയി. ഞാൻ രാവിലെ പോയതേ അമ്പലത്തിലേക്ക് തന്നെയാ. അവിടെ TTCക്ക് എന്നോടൊപ്പം പഠിച്ച ഉഷയുടെ കല്യാണമായിരുന്നു. ഇതെന്താ ഇത്? സ്വീറ്റ്സ്. എന്താ കണ്ടാൽ അറിഞ്ഞൂടെ എന്റെ ബെടുക്കൂസേ? മുത്തശ്ശിക്ക് ഷുഗർ ഒന്നുമില്ലല്ലോ, ഒരെണ്ണം കഴിച്ചൂടെ? ഇത് പതിവില്ലാത്തതാണല്ലോ. സുമംഗലേ, ഇന്ന് ഇവളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെന്താ ചേച്ചിയുടെ വക എല്ലാവർക്കും ഒരു മധുരം? ആദ്യം കഴിക്കേ. നീ ആരുടെ കല്യാണത്തിന് പോയതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ പഠിച്ച ഉഷയുടെ കല്യാണത്തിന് പോയതെന്ന്. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. കല്യാണവും സ്വീറ്റ്സും തമ്മിൽ എന്താ ബന്ധം? എന്റെ ഒരു സന്തോഷത്തിന്. നല്ലൊരു കാര്യം നടക്കുമ്പോ എല്ലാവർക്കും മധുരം തരണ്ടേ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ പറയുന്നതിലൊക്കെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അതൊക്കെ പിന്നീട്. ഇപ്പൊ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം. അല്ല, നീ വരുന്നില്ലേ വിമലേ? ഇല്ല, നിങ്ങളെ ഏട്ടനെയും കൊണ്ട് വരുമ്പോ ഇവിടെ ആരെങ്കിലും വേണ്ടേ? വാ, ഇറങ്ങാൻ നോക്ക്. വാ, പോവാ. ഈ കള്ളച്ചിരി കണ്ടിട്ട് എന്തോ ഉടായി പൊപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. കള്ളത്തരമാണ് കാണിച്ചതെങ്കിലും ഞാൻ ഹാപ്പിയാ. ദേ കണ്ടോ, ഈ താലി കഴുത്തിലിടാൻ എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി എത്ര ഞാൻ പ്രാർത്ഥിച്ചു. ആരും അറിയാതെയാണെങ്കിലും ഹരിയേട്ടൻ കെട്ടിത്തന്ന ഈ താലി കഴുത്തിലണിഞ്ഞ് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നതിന് നന്ദിയുണ്ടെന്തായാലും. എനിക്ക് ധൈര്യം തന്ന് എന്റെ ഹരിയേട്ടൻ കണ്ണെത്താ ദൂരത്തേക്ക് പോവാ. എന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഈ സാഹസം കാണിച്ച ഹരിയേട്ടന് നല്ലത് വരുത്തണേ. ഞങ്ങളുടെ ബന്ധം ഈ താലി വരെ എത്തി. ഇനി നാലാളറിയേ ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി തരണേ. ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവിധ ദാമ്പത്യ സൗഖ്യങ്ങളും തരണേ. എന്റെ മഹാഗണപതി രക്ഷിച്ചനുഗ്രഹിക്കണേ.
ആഹാ, ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞു രണ്ടാൾക്കും? ഹോ, കുറേ ദിവസങ്ങളായിട്ട് യാത്ര തന്നെയാ മോനെ, ഒരു രക്ഷയില്ല. അല്ല, എന്തിനാ രണ്ടമ്മമാരും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? എന്താവശ്യത്തിന്? നമ്മൾ പോകേണ്ടടുത്ത് നമ്മൾ തന്നെ പോണ്ടേടാ. നീ എന്താ ഇതിന് മുമ്പില്ലാത്ത വിധം ഞങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നത്? കാരണമുണ്ട്. അമ്മ സ്വന്തം അനിയനെയും കൂട്ടി പല ബിസിനസ് ആവശ്യത്തിനും പോകുന്നത് എനിക്കറിയാം. പക്ഷേ ചൗധരി അമ്മ ഇപ്പൊ തുടങ്ങിയതാ ഈ യാത്ര. അതാ എനിക്കൊരു സംശയം. എന്ത് സംശയം? അതെ, ഞാൻ അറിയാതെ 3 പേർക്കും കൂടി എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടോന്ന്. ചുറ്റിക്കളിയോ? ഇവൻ എന്തൊക്കെയാ മഹേശ്വരി ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അതെ. ആർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്ത്? അമ്മ എന്തിനാ പേടിക്കുന്നത്? എനിക്കെന്ത് പേടി? അപ്പോ നിങ്ങൾക്കാർക്കും ഒരു പേടിയുമില്ല. അപ്പൊ പിന്നെ എന്റെ ഉള്ളിലെ പേടി കൊണ്ട് തോന്നുന്നതായിരിക്കും. നീ എന്താ ഉള്ളി വെച്ച് സംസാരിക്കുകയാണല്ലോ, ഒരുതരം മുന വെച്ചുള്ള സംസാരം. ഞാൻ എന്തിനെ പറ്റിയാണ് മുന വെച്ച് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അടുത്ത ദിവസം എങ്ങാനും നിങ്ങൾ ഏതെങ്കിലും വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങളൊരു കല്യാണത്തിന് കൂടിയിട്ട് 5-6 മാസമായി കാണും അല്ലേ മഹേശ്വരി? അതെ. ആ, എന്താ ചോദിക്കാൻ? കാര്യമുണ്ട്. ശരി, അത് വിട്. നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഹോസ്പിറ്റലിലൊന്നും കിടക്കുന്നില്ലല്ലോ അല്ലേ? ഉണ്ടോ? ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? ഓർമ്മയുണ്ട്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. അതെ, അമ്മയുടെ ഫ്രണ്ട് സരോഗസി ക്ലിനിക്കിലാണോ കിടക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ക്ലിനിക്കില്? അമ്മയുടെ ഫ്രണ്ടിന് എന്താ കുഞ്ഞുങ്ങളില്ലേ? അതോ പുതിയ പ്ലാൻ വല്ലതും നടപ്പിലാക്കാൻ വേണ്ടി? മൂന്നാൾക്കും ആകെ കൺഫ്യൂഷൻ ആയല്ലേ? സാരമില്ല, ഞാനത് വിട്ടു. പകരം മറ്റൊരു ചോദ്യം ചോദിക്കാം. ശിവനങ്കിൾ ഇൻഫെർട്ടിലിറ്റി ടെസ്റ്റിന് എന്നെ നിർബന്ധിച്ചത് എന്തിനായിരുന്നു? എന്താവശ്യത്തിന്? എടാ, അത് നിന്റെ ഭാര്യ നിനക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്താലേ അവൾ കള്ളം പറയാണെന്ന് തെളിയിക്കേണ്ടത് നിന്റെ ആവശ്യമല്ലേ? അതെ. നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അതിപ്പോ ഒരു തെറ്റായി പോയോ? അതിന് ഇവൻ നിന്നെ ടെസ്റ്റ് നടത്താൻ തൂക്കിയെടുത്തോണ്ട് പോയതൊന്നും അല്ലല്ലോ. നീ തീരുമാനിച്ചു പോയതല്ലേ? ഡോക്ടർ മായാവതി തന്നെ നിനക്കതിന്റെ റിസൾട്ടും തന്നു. നീ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അല്ല, ഞങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവല്ലോ. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ? ശരി, നേരിട്ട് പറയാം. നിങ്ങൾ വാടകയ്ക്ക് ഒരു ഗർഭപാത്രം ഒപ്പിച്ചു വെച്ചിട്ടാണോ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചതെന്നാണ് എന്റെ ഒരു സംശയം. നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തിയ ഡോക്ടർ മായാവതി നേരിട്ട് ചെന്ന് കണ്ട് സംശയം തീർക്കാം. അഥവാ നിനക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്താം. എന്താ, അത് വേണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. ഞങ്ങളുടെ മേലെയുള്ള നിന്റെ സംശയം തീർക്കണം. തീർത്തേ പറ്റൂ. നിനക്കിത് എന്തു പറ്റിയടാ? അമ്മയെ ഈ ചൗധരി അമ്മയെ നിനക്ക് വിശ്വാസമില്ലേ? ഇവന്റെ ഭാര്യ പോയതോടെ സമനില തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നേ. നമുക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അപ്പാടിച്ച കള്ളി എന്തോ ഇവനോട് വിളിച്ച് പറഞ്ഞു കാണും. അതോ അവളിവിടെ വന്നോ? വന്നോടാ അവള്? വന്നു കാണും. അതാ ഇവന് നമ്മളെക്കാൾ വിശ്വാസം അവളെയാകുന്നത്. ബഹളം വെക്കണ്ട. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പോരെ? എന്നോട് ഒരു ചതിയും നിങ്ങൾ കാണിക്കില്ലെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രം തെറ്റിക്കരുത്. തൽക്കാലം പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിച്ചു.
ഇനി അതിനെക്കുറിച്ച് സംസാരമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തൊക്കെയോ കേട്ടറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ശരിയാ. ഈ പോക്കാണെങ്കിൽ വിസ്മയുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരാൻ തുടങ്ങിയെന്നുള്ള സത്യം എങ്ങനെ നമ്മൾ അവനെ കൊണ്ട് അംഗീകരിപ്പിക്കും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ചേച്ചി. പിന്നീട്ടെന്റെ ബെഡ് റെഡിയാക്കി വെച്ചിട്ടില്ല. വീണേ, നീ കുറച്ച് വെള്ളം എടുക്ക്. നല്ല ക്ഷീണവും ദാഹവും കാണും. അമ്മേ, ഞാൻ ചായ ഉണ്ടാക്കാം. അമ്മ വാ. രോഹിണിയേച്ചി, വിനയേട്ടന് നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രോഹിണിയേച്ചി വേണം നല്ല ഭക്ഷണം കൊടുത്ത് വിനയേട്ടന്റെ വെയിറ്റ് തിരിച്ചു പിടിക്കാൻ. വിനയേട്ടാ, എപ്പോഴും ഇങ്ങനെ കിടക്കണ്ട കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കണം. എന്നാലേ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ. ചേച്ചി കേട്ടത് ശരിയാ. വിനയേന്ദ്രൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. കൊള്ളാം, നല്ല അടിയായിപ്പോയി. നീയല്ലേ ശിവ പറഞ്ഞത് അവൻ ഇപ്പോഴൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന്? ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ആയിരുന്നു. അതാണ് അബദ്ധം. നീ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാക്കിയത്? വിനയചന്ദ്രൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നോ? രക്ഷപ്പെട്ടാൽ തന്നെ സ്വബോധത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെയല്ലേ? എന്നിട്ടിപ്പോ എന്തായി? അവൻ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. തലയ്ക്കാണ് വിനയേന്ദ്രന് പരിക്കേറ്റത്.
അവൻ ഒരിക്കലും നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ലേ ചേച്ചി. ഞാൻ നേരിട്ട് ചെയ്തതും കണ്ടതുമില്ലേ കാര്യങ്ങൾ. ഓടാ. ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ലടാ, പോലീസ് സ്റ്റേഷനിലേക്കാ. അവിവാഹിതയും വെറും മെഡിക്കൽ സ്റ്റുഡന്റുമായ എന്റെ അനിയത്തിയെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് നിയമവിധേയമല്ലാതെ തെറ്റ് ചെയ്യാൻ കരാറിൽ ഒപ്പുവെപ്പിച്ച് നിങ്ങളെ ഞാൻ ജയിലിലാക്കും. അവ പരാതി കൊടുത്താൽ നമ്മൾ പെടും ശിവ. അവ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തരുത്. നീ എന്താടാ എന്റെ പിന്നാലെ എന്നെ കൊല്ലാൻ വന്നാണോടാ? എന്റെ അനിയത്തിയെ ട്രാപ്പിൽ പെടുത്തിയ നിന്നെ നിന്റെ ചേച്ചിയും ഞാൻ വെറുതെ വിടില്ലടാ. ഒന്ന് പോടാ. അവൻ വീണത് വെള്ളത്തിലെ പാറയിലേക്കാ. അത്ര ഉയരെ നിന്നൊരാൾ അങ്ങനെ വീണാൽ രക്ഷപ്പെടില്ല. 3.5 തരം അത്. 3.5യോ 4.5യോ. ഇനിയിപ്പോ ചികിത്സയിലൂടെ വിനയൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അപകടം പറ്റിയതിന്റെ പിന്നിൽ നിന്റെ പങ്ക് അവ പറയുന്ന ഉറപ്പാ. വിസ്മയതറിഞ്ഞ വിനയന്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ കാശ് മുടക്കിയതൊക്കെ അവൾ മറക്കും. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും തകർത്ത് അവൾ അവളുടെ വഴിക്ക് പോകും. മാത്രമല്ല വിനയചന്ദ്രൻ കേസ് കൊടുത്ത് ഇതിന്റെ പേര് നമ്മളെല്ലാം അകത്താക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല പ്രശ്നം, ഇവിടെ ഇപ്പോ അജയ് ഘോഷിന് നമ്മുടെ നീക്കത്തിൽ സംശയം തുടങ്ങിക്കഴിഞ്ഞു. അളകനന്ദ ഇവിടെ വന്ന് അവനുമായി സംസാരിച്ചു പോയ ശേഷമാ അവന് നമ്മളെ സംശയം തുടങ്ങിയത്. അളകനന്ദ വിസ്മയെ കിടത്തിയ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അജി ഇപ്പൊ നമ്മൾ പറഞ്ഞത് പാതിയെ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനി ഒരു സംശയം കൂടി തോന്നിയാൽ അവനും ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങും. അതാ പ്രശ്നം. അത് നമുക്ക് ഡീൽ ചെയ്യാം. അജയ് സംശയിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അളകനന്ദയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അവൾ അതിന്റെ വിത്തും വേരും ചികഞ്ഞ് കണ്ടുപിടിച്ചേ വിശ്രമിക്കൂ. കാരണം നമ്മളാണ് അവളുടെ ഒന്നാമത്തെ ശത്രു. അതിനവൾ പ്രതികാരം ചെയ്താലേ അടങ്ങൂ. ശരിയാ. അത് മാത്രമല്ല, അജിയെ നമ്മളുമായി തെറ്റിക്കാൻ അവൾക്ക് ഈ ഒരു കാര്യം മാത്രം മതിയാവും. അതോടെ അജിയെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും ഡോക്ടർ മായാവതിയുടെ ക്ലിനിക്കിൽ നിന്ന് ഈ ഒരു രഹസ്യം പുറത്തു പോകില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്നാലും അങ്ങനൊരു അപകടവും നമ്മൾ പ്രതീക്ഷിക്കണം. വാസ്തവത്തിൽ 2 ഭീഷണികളാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. ഒന്ന്, അളകനന്ദ ഇതറിഞ്ഞ അജയ് ഘോഷിനെ നമുക്ക് നഷ്ടപ്പെടും. 2, വിനയചന്ദ്രൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന അതോടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കണ്ടക ശനി തുടങ്ങും. അതാണ് അവസ്ഥ.
ആ അവസ്ഥ മാറ്റാം നമുക്ക്. അജയ് ഘോഷിനെ അളകനന്ദയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിനയന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് കണ്ട എന്ത് വില കൊടുത്തും വിനയചന്ദ്രൻ എന്ന ഭീഷണിയെ ഞാൻ ഇല്ലാതാക്കും. അവൻ കാരണം ചേച്ചിയുടെ സ്വപ്നവും നമ്മുടെ പദ്ധതികളും നടക്കാതിരിക്കില്ല. വിനയചന്ദ്രന്റെ അപകടത്തിന് പിന്നിൽ നമ്മൾ ഉണ്ടെന്നത് ഒരിക്കലും വിസ്മയം അറിയില്ല. അത് ഞാൻ തരുന്ന വാക്കാ. മതി. വിനയചന്ദ്രൻ ഓർമ്മ ക്ഷയിച്ച് സാവധാനം മരണത്തിലേക്ക് പോകണം. എന്നാലേ നമുക്ക് ഭാവിയുള്ളൂ. ശിവൻ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം തനിയേ ശരിയാവും. ഉറപ്പാ.